This session introduces the basics of World Wide Web. The concept of Internet, that is the networked connection of computers, started with ARPANET in 1960s. പക്ഷേ നമ്മൾ ഇന്ന് എടുക്കുകയാണെങ്കിൽ കൂടുതൽ ഇൻ്റർനെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെബ്സൈറ്റുകൾ ആക്സസ് ചെയ്യാനാണ്. നമ്മുടെ വെബ് ബ്രൗസർ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് മൊബൈലിൽ നിന്നാണെങ്കിലും കമ്പ്യൂട്ടറിൽ നിന്നാണെങ്കിലും ഒരു വെബ് ബ്രൗസർ സ്റ്റാർട്ട് ചെയ്തിട്ടൊരു വെബ്സൈറ്റിൻ്റെ പേര് കൊടുക്കുകയും യു ആർ എൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും ആ വെബ്സൈറ്റ് നമ്മുടെ വെബ് ബ്രൗസറിൽ ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ബൈ ദി എൻഡ് ഓഫ് 1989 ഓർ ദി സ്റ്റാർട്ട് ഓഫ് 1990. സാർ ടിം ബെർണേഴ്സ്ലി ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കൺസെപ്റ്റാണ് വേൾഡ് വൈഡ് വെബ് അല്ലെങ്കിൽ WWW എന്ന് പറയുന്നത്. ആൻഡ് ഹീ ഈസ് ഓൾസോ ക്രെഡിറ്റഡ് വിത്ത് ദി ഇൻവെൻറ്റർ ഓഫ് വേൾഡ് വൈഡ് വെബ്. അപ്പോൾ വേൾഡ് വൈഡ് വെബിൽ മെയിൻലി ദ പേജസ് ആർ റിട്ടൺ ഇൻ HTML. നമ്മൾ ഒരു വെബ്സൈറ്റ് ടൈപ്പ് ചെയ്ത് കഴിയുമ്പം ഒരു HTML ഫയലാണ് സെർവറിൽ നിന്ന് നമുക്ക് വെബ് ബ്രൗസറിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ദ ഗ്രൂപ്പ് ഓഫ് വെബ് പേജസ് മേക്സ് എ വെബ്സൈറ്റ്. നമ്മളൊരു വെബ്സൈറ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒന്നിൽ കൂടുതൽ വെബ് പേജസ് ഉണ്ടാവും. ആ പേജസ് യൂഷ്വലി HTML-ലായിരിക്കും എഴുതിയിരിക്കുന്നത്. ആ പല പേജസ് ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കും. ആ ഗ്രൂപ്പ് ഓഫ് വെബ് പേജസിനെ നമ്മൾ വെബ്സൈറ്റ് എന്ന് വിളിക്കും. So this explains how WWW works. So what happens is you have a computer and there is some server somewhere in the internet. There are different servers serving different websites. നമ്മുടെ കോളേജിൻ്റെ വെബ്സൈറ്റ് തന്നെ എടുക്കുക, sgcarivitra.ac.in. അപ്പോൾ ഈ വെബ്സൈറ്റ് കിട്ടാൻ നമ്മൾ മൊബൈലിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഒരു വെബ് ബ്രൗസർ എടുത്തു കഴിഞ്ഞ ശേഷം ആ വെബ് ബ്രൗസറിൽ നമ്മൾ sgcarivitra.ac.in എന്ന് ടൈപ്പ് ചെയ്യും. സോ sgcarivitra.ac.in എന്ന് ടൈപ്പ് ചെയ്യുമ്പം ഒരു റിക്വസ്റ്റ് നമ്മളത് ഇൻ്റർനെറ്റിൽ കൂടെ നമ്മുടെ വെബ് സെർവർ എവിടെയാണോ ഇരിക്കുന്നത്, sgcarivitra.ac.in വെബ് സെർവർ അതൊരു സെറ്റ് ഓഫ് HTML ഫയൽസ് ആണെന്ന് നമ്മൾ കണ്ടു. ആ ഫയൽസ് ഒരു സെർവറിൽ ഒരു കമ്പ്യൂട്ടറിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റിക്വസ്റ്റ് ഇൻ്റർനെറ്റിൽ കൂടെ പാസ് ചെയ്ത് ആ സെർവറിലെത്തുകയും ആ സെർവർ നമ്മുടെ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയും കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന HTML ഫയൽ അതൊരു യൂഷ്വലി ഒരു index.html എന്ന് പറയുന്ന ഫയലായിരിക്കും. പക്ഷേ നമ്മൾ ആ ഫയൽ സ്പെസിഫൈ ചെയ്യാറില്ല, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ sgcarivitra.ac.in എന്ന് റിക്വസ്റ്റ് വന്നു കഴിയുമ്പം index.html ഫയലാണെന്നുള്ളത് ബൈ ഡിഫോൾട്ട് ഇംപ്ലിസിറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ sgcarivitra.ac.inൽ ഇൻഡെക്സ് ഫയൽ വേണമെന്ന് സ്പെസിഫൈ ചെയ്യാത്തത്. അപ്പോൾ റിക്വസ്റ്റ് വന്നു കഴിയുമ്പം index.html ഫയൽ സെർവർ തിരിച്ച് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അത് തിരിച്ച് വെബ് ബ്രൗസറിൽ എത്തിക്കഴിയുമ്പം വെബ് ബ്രൗസർ ആ index.html ഫയലിനെ റീഡ് ചെയ്തിട്ട് നമുക്കൊരു വെബ് പേജായിട്ട് ഇത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളതിനെ പാർസിംഗ് എന്നാണ് വിളിക്കുന്നത്. സോ വാട്ട് വിൽ ബി ടൈപ്പിംഗ് ഈസ് https or http://sgcarivitra.ac.in. നമുക്ക് വേണമെങ്കിൽ sgcarivitra.ac.in എന്ന് മാത്രം ടൈപ്പ് ചെയ്താലും മതി. നമ്മുടെ വെബ് ബ്രൗസറിന് അത് മനസ്സിലാവും. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രോട്ടോക്കോൾ HTTP എന്ന് പറയുന്ന ഒരു പ്രോട്ടോക്കോളാണ്, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് വിളിക്കും. ആ പ്രോട്ടോക്കോൾ അനുസരിച്ചാണ് വെബ് പേജസ് നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ വെബ് സെർവറും ഒരു വെബ് ബ്രൗസറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് HTTP. അതുപോലെ തന്നെ പല പ്രോട്ടോക്കോളുണ്ട്. ഫയലാണെങ്കിൽ FTP ആയിരിക്കും. പക്ഷേ നമുക്ക് വെബ് പേജ് വേണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ HTTP പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതില്ലാതെ നമ്മൾ വെറുതെ ടൈപ്പ് ചെയ്താലും ബ്രൗസർ അത് HTTP റിക്വസ്റ്റ് ആയിട്ടാണ് വിടുന്നത്. ഈ FTP ആണെങ്കിൽ നമ്മൾ FTP എന്ന് സ്പെസിഫൈ ചെയ്യേണ്ടി വരും. എന്നിട്ട് നമ്മൾ sgcarivitra.ac.in എന്ന് പറയുന്നതാണ് നമ്മുടെ വെബ് സെർവറിൻ്റെ അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ പേര്. അത് ആ വെബ്സൈറ്റിൻ്റെ പേര് കൊടുത്തു കഴിയുമ്പം ഇൻ്റർനെറ്റിലെ കമ്പ്യൂട്ടേഴ്സ് അത് ഏത് സെർവറിലോട്ടാണ് അതിൻ്റെ റിക്വസ്റ്റ് കൊടുക്കേണ്ടതെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവുകയും ആ സെർവറിൽ പോയിട്ട് index.html എടുത്ത് തിരിച്ച് വെബ് ബ്രൗസറിലോട്ട് തിരിച്ചയക്കുകയും ചെയ്യും. അതാണ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വെബ്സൈറ്റ് ലഭ്യമാക്കാൻ വേണ്ടി നമുക്ക് ഒരു കോഡിംഗ് വെബ് പേജസിൻ്റെ കോഡിങ്ങിലോട്ട് വരുമ്പം നമുക്ക് പല ടെക്നോളജീസ് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ഒരു ആദ്യത്തേന്ന് പറയുന്നത് HTML ആണ്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഫയൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വെബ്സൈറ്റിൻ്റെ index.html ആണ് നമുക്ക് തിരിച്ചയക്കുന്നത്. അപ്പോൾ ഈ HTML എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ HTML യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ സ്ട്രക്ചർ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി വിൽ ബി യൂസിങ് ഡിഫറെൻറ്റ് ടാഗ് നമ്മൾ ആംഗിൾ ബ്രാക്കറ്റിലാണ് യൂസ് ചെയ്യുന്നത്. ആ ടാഗ്സ് ആർ ഇൻസ്ട്രക്ഷൻ ടു ഷോ ദ കണ്ടൻറ്റ്സ് ഓഫ് HTML ഡോക്യുമെൻറ്റ്. അപ്പോൾ ഈ ടാഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് ടെക്സ്റ്റ്, ഇമേജസ്, വീഡിയോസ്, ടെക്സ്റ്റ് പാരഗ്രാഫ് വൈസ് ഒക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പം HTML നമ്മുടെ സ്ട്രക്ചറാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ
നമ്മൾ കുറച്ചുകൂടെ ലുക്സ് ഇമ്പ്രൂവ് ചെയ്യാൻ, കളറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്, അല്ലെങ്കിൽ CSS എന്ന് പറയും. CSS നമുക്ക് HTMLൻ്റെ അകത്ത് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഡിഫറൻറ്റ് ഫയലായിട്ടും എഴുതാൻ പറ്റും. ഇറ്റ് ഈസ് യൂസ്ഡ് വിത്ത് HTML ടു ഇംപ്രൂവ് ദ ലുക്സ് ഓഫ് വെബ് പേജ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു ചേഞ്ച് കളറ്, ഫോണ്ട്, ടൈപ്പ് ഓഫ് ഫോണ്ട്, പൊസിഷൻ ഓഫ് ടെക്സ്റ്റ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ CSSൽ ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ഇത് നമ്മുടെ പേജ് കൂടുതൽ ഇൻറ്ററാക്റ്റീവ് ആക്കണമെങ്കിൽ അതിൻ്റെ അകത്ത് ബട്ടൺസ് ഉണ്ട്. ബട്ടൺസ് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം, അലേർട്ട്, പോപ്പപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ യൂഷ്വലി ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യും. ആൻഡ് വാട്ട് ദിസ് ജാവാസ്ക്രിപ്റ്റ് ഡസ് ഈസ് ഇറ്റ് മേക്സ് എ പേജ് ഇൻറ്ററാക്റ്റീവ്. അപ്പോൾ ഈ ജാവാസ്ക്രിപ്റ്റ് നമ്മൾ ഒന്നുകിൽ നമ്മുടെ HTML ഫയലിനകത്ത് തന്നെ ജാവാസ്ക്രിപ്റ്റിൻ്റെ കോഡ് സ്പെസിഫൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നമുക്കൊരു സെപ്പറേറ്റ് ഫയലായിട്ട് അത് ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യാം. ആൻഡ് ദിസ് ഫോംസ് ദ ബേസിക് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് എ വെബ്സൈറ്റ്.